എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പം ഇന്ന് ഞങ്ങൾ കോന്നി അച്ചൻകോവിൽ റൂട്ടിലുള്ള കല്ലേലി ഉരാളി അപ്പൂപ്പൻ കാവിലേക്കാണ് യാത്ര കിട്ടുന്നേ. അപ്പം ഞങ്ങളുടെ അടുത്താണെങ്കിലും ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ. പോകണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായി, പക്ഷേങ്കിൽ ഇതുവരെയും പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഇന്നാണ് അതിനൊരു അവസരം ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ കല്ലേലി ഉരാളി അപ്പൂപ്പൻ അടുത്തേക്കുള്ള യാത്രയാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ എന്നാണെങ്കിലും നമ്മൾ ചെന്ന് പറഞ്ഞാൽ നമുക്കത് സാധിച്ചു കിട്ടുന്നു. അതുപോലെ നമുക്ക് വരുന്ന ഒരുപാട് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നാ ഈ ഓരോരുത്തരൊക്കെ പ്രാഗി നമ്മൾ ദോഷം വരികയും അതുപോലെ തന്നെ ഈ കൈവിഷ ദോഷം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച ഉറപ്പായിട്ട് അതിൽ നിന്നെല്ലാം നമുക്ക് മാറ്റം കിട്ടുന്ന ഒത്തിരി പേരെന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേക്ക് ഇങ്ങനെ പോകണം, അവിടെ അന്ന് കാണണം. എനിക്ക് കാവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോകാനായിട്ട് ഇന്നാണ് പെട്ടെന്ന് തീരുമാനിച്ചാണ്. അതുകൊണ്ട് വീഡിയോ ഒന്നും ഒരുപാട് അങ്ങോട്ട് ഇതായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനം പോക്കുമായിരുന്നു. അപ്പം കുറേ നാളുകൊണ്ട് ഇങ്ങനെ പോകണം പെടണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്, പെട്ടെന്ന് തീരുമാനിക്കുക, പെട്ടെന്ന് പോവുക. അതുകൊണ്ട് ഞാനൊരു പ്ലാനിങ് ആയിട്ടുള്ളൊരു പോക്കല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് ഇതായില്ല. അതുകൊണ്ട് ഉള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കേട്ടിട്ടുണ്ട് കാവുകൾക്കും കാവായ കല്ലേലിക്കാവ്, അതുപോലെ തന്നെ കാവുകൾക്കും മലകൾക്കും കളരികൾക്കും മല നടകൾക്കും മൂലസ്ഥാനമായ കാവാന്നും, അതുപോലെ 999 മലകൾക്കും മൂലസ്ഥാനമായ കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവെന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട കോന്നി കല്ലേലി സ്ഥിതി ചെയ്യുന്ന. അപ്പം നമുക്കിപ്പോൾ ഈ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല കേട്ടോ. ആരോട് ചോദിച്ചാലും ചോദിച്ച് അന്നേരം നമുക്ക് അതിൻ്റെ വഴി പറഞ്ഞു തരാം. അവിടെ ആരോട് ചോദിച്ചാലും കല്ലേലി ഊരാളി അപ്പൂപ്പൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവർ പറയും കറക്റ്റ് വഴി നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഗൂഗിളിൽ നോക്കിയാണെങ്കിൽ നമുക്ക് പോകാൻ എളുപ്പമുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ വനമാണ്. വനത്തിലേക്ക് നമ്മൾ കയറുന്നുമ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അവർ നമ്മൾ എവിടെ പോകുന്നു എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷമേ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ കേട്ടോ. കാട്ടാനും ഇതൊക്കെ ഉണ്ടെന്ന് അവിടെ പോസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ കയറുന്നിടത്തായിട്ട് ഇങ്ങനെ കാട്ടാൻ്റെ ശല്യം ഉണ്ടെന്നൊക്കെ. പക്ഷേ ഞങ്ങൾ പോയിട്ട് അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഈ പോകുന്ന വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ കൊച്ചു വഴിയാണ്, ഒരു ഇച്ചിരി വീതിയേ ഉള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും രണ്ടും നല്ല കട്ടിങ്ങാണ്, വലിയ കട്ടിങ്ങാണ്. ഒരു വണ്ടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ആ കട്ടിങ്ങിൽ ചാടി വേണം നമ്മൾ ഇറങ്ങാനായിട്ട്, വണ്ടി ഇറക്കി വേണം കൊണ്ടുപോയിട്ട്. ആ ഒരു വഴിയുടെ ഒരു ഇത് ശരിക്കും ഉണ്ട്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ പോയത് ഇന്നായതുകൊണ്ടുണ്ടല്ലോ ഞായറാഴ്ച. എന്നു പറയുമ്പോഴത്തേക്ക് ഞാനിത് തിങ്കളാഴ്ചയാണ് വീഡിയോ ഇടുന്നത്, ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. ഭയങ്കര തിരക്കായിരുന്നു. ഇങ്ങനെ ഈ അവധി ദിവസങ്ങളിലൊക്കെ പോയി ഭയങ്കര തിരക്കാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഈ അവധി ദിവസം അല്ലാത്ത സമയത്തൊക്കെ ചെന്നാൽ അത്രയും വലിയ തിരക്കില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകുന്ന സമയത്ത് തിരക്കുള്ള സമയത്ത് പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്നൊരു പുതിയ സ്ഥലമാണ്, നമുക്ക് ഒന്നിനെ പറ്റി അറിയത്തില്ല. പക്ഷെ തിരക്കൊക്കെ ഇല്ലാത്ത സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ഓരോ വഴിപാടും ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് പോകാമെന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെല്ലുകയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എന്നെ കാര്യങ്ങൾ ചോദിച്ചാലും അവർ നല്ല ഇതായിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ വിശദമായിട്ടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. നമ്മളതങ്ങനെ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡൗട്ട് അടിക്കുന്നത് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്, എങ്ങനെയാണ് ഇത് ചുറ്റുന്നത് എന്നൊക്കെ അതെല്ലാം അവർ നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇന്ന നടയിൽ ഇന്നതാണ് വെക്കേണ്ടത് എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അവർ പറഞ്ഞു തന്നാണ് നമ്മളെ നമ്മുടെ കൂടെ തന്നെ അവർ നടന്ന് നമ്മളോട് പറഞ്ഞു തരും. ഇന്ന പോലെ ചെയ്തു, നമ്മുടെ തലയ്ക്ക് 3 വട്ടം ഒഴിയുക എന്നൊക്കെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരുവേ. പിന്നെ മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ അവിടെ ഓരോ വഴിപാടിൻ്റെയും കാര്യങ്ങൾ അവിടെ നല്ല വ്യക്തമായിട്ട് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരെ വണ്ടി ഇങ്ങനെ മാറ്റിയിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ വെളിയിൽ നമ്മുടെ കൈയും കാലും ഒക്കെ കഴുകി ശുദ്ധിയായതിന് ശേഷം വേണം നമ്മൾ കയറാനായിട്ട്. അത് നമ്മൾ എങ്ങനെ നമ്മുടെ സ്വന്തം വണ്ടി വന്നാലും എങ്ങനെ വന്നാലും അങ്ങനെ അവിടെ വരുന്നവരെല്ലാം കൈ മുഖമൊക്കെ കഴുകിയ ശേഷമാണ് ഇങ്ങനെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് ഞാൻ കണ്ട കാര്യം ഇതാണ് കേട്ടോ. മുറത്തിൽ വെറ്റയും പാക്കോ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അതുപോലെ അവിടെ ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പം ഞങ്ങൾക്ക് തിരക്ക് കൂടുതലായതുകൊണ്ടല്ലോ ഞാൻ ഒരുപാട് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർ വന്നങ്ങ് തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങാനാണ് കൂടുതലും നോക്കിയത്. അതുപോലെ തന്നെ അവിടെ അന്നദാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആഹാരം കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഞങ്ങൾ പക്ഷേ അത്രയും നേരം നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ 9 മണി തൊട്ട് ഫുഡ് കൊടുത്ത് തുടങ്ങുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ പോയേക്കുന്നുണ്ട്, നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് പോയി ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് ഞങ്ങൾ. അപ്പം അതുപോലെ തന്നെ ഇങ്ങോട്ട് ബസ്സും ഉണ്ട് കേട്ടോ. ബസ്സൊക്കെ ഉണ്ട്, അമ്പലത്തിൻ്റെ ഇത് ബോർഡ് വെച്ചുള്ള ബസ്. നമുക്കത് പത്തനംതിട്ട വന്നാലാണെങ്കിൽ നമുക്ക് വരാൻ പറ്റും. അങ്ങനെ നമുക്ക് വലിയ
ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, യാത്രാ സൗകര്യക്കുറവൊന്നുമില്ല, ബസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നല്ല ബ്ലോക്കാണെന്നുള്ളതേ ഉള്ളൂ. ഈ വഴിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ എന്നേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ നിന്ന് പോയിട്ട് വരിക. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടായിട്ട് എനിക്ക് തോന്നിയത് താമ്പൂലം വഴിപാടാണ് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ഒന്നും കൂടെ വരുമ്പോൾ സമയത്ത് ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് മലയാളപ്പുഴ അമ്പലത്തിലും കയറിയതിന് ശേഷമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല അടപ്രഥമൻ ചൂട് പായസം കിട്ടി കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അമ്പലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മലയാളപ്പുഴ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ തീരുമാനിച്ചാണ് പിന്നെ ഇങ്ങോട്ടങ്ങ് പോയി. അപ്പോൾ ഇന്ന് ഇതായിരുന്നായിരിക്കും ഞങ്ങളുടെ വിധി.